ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് വി എന്റർടൈൻമെന്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഹോണ്ട എലവേറ്റ് ആണ്. ഇത് എലവേറ്റിന് തന്നെ ഏറ്റവും ബേസ് മോഡലാണ്. SV എന്നതാണ് ഈ ഒരു വാഹനത്തിൻ്റെ വേരിയൻറ്റിന് പറയുന്ന പേര്. നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് ഇതിൻ്റെ ഒരു സെക്കൻഡ് വേരിയൻ്റ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പലരും ചോദിച്ചു, ബേസ് മോഡലിൻ്റെ വീഡിയോ ഒന്ന് ചെയ്യണമെന്ന് പലരും പറഞ്ഞത്. ഒരുപാട് പേരൊന്നും പറഞ്ഞില്ല, 1-2 പേരെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അന്ന് തൊട്ടേ ഞാൻ വെയിറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു വാഹനം വരുന്നതിന് വേണ്ടിയിട്ട്. ഇന്ന് യാദൃച്ഛികമായിട്ട് നമ്മളൊരു വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ വന്നതാണ്, മറ്റൊരു വീഡിയോ. ആ സമയത്ത് ചുമ്മാ ചോദിച്ചതാണ് ഇതിൻ്റെ ബേസ് മോഡൽ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ യാർഡിൽ 2 വാഹനം കിടപ്പുണ്ട്. അതിലൊരു വാഹനമാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് എടുത്തത്. ഞാനീ ഒരു വാഹനം നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ, അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിനുള്ളിൽ തന്നെ വരുന്നുണ്ട്. 1-2 കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഈ ഒരു വാഹനം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ ചെയ്യേണ്ടതായിട്ടേ വരികയുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും കമ്പനി തന്നെ ഈ ഒരു വാഹനത്തിനുള്ളിൽ നൽകിയിട്ടുണ്ട്. വാല്യൂ ഫോർ മണി എന്ന് വെച്ചാൽ വാല്യൂ ഫോർ മണി എന്ന് തന്നെ നമുക്ക് ഈ ഒരു വേരിയൻറ്റിനെ നമുക്ക് വിശ്വസിപ്പിക്കാൻ സാധിക്കും. 14 ലക്ഷം രൂപയാണ് ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ്. 14,02,000. ഈ പ്രൈസ് ഞാൻ പറയുന്ന സമയത്ത് ഒരു പക്ഷേ ഈ ഒരു വീഡിയോ കാണാൻ പോകുന്ന ഒരാൾ 6 മാസത്തിന് ശേഷമായിരിക്കും ഈ ഒരു വീഡിയോ കാണുന്നത്. അന്ന് ആരും പറയരുത് 14 ലക്ഷമേ ആണല്ലോ അന്നത്തെ ആ പയ്യൻ വീഡിയോയ്ക്കകത്ത് പറഞ്ഞത് പറയരുത്. നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ എന്നാണ് വീഡിയോ ഇട്ടതെന്ന് കൂടി ഒന്ന് നോക്കിയേക്കണം. പലരും അതൊക്കെ കൊണ്ടാണ് ഓൺ റോഡ് പ്രൈസ് പറയാത്തത് വീഡിയോയ്ക്കകത്ത്. കാര്യം നമ്മൾ പണ്ട് പറഞ്ഞ പല പ്രൈസുകൾ വെച്ചിട്ടും ഇന്നും ഷോറൂമുകളിൽ ആൾക്കാർ വിളിക്കാറുണ്ട്, അത്രയുമാണല്ലോ പ്രൈസ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഒന്നിൻ്റെ അടുത്ത് നിങ്ങൾ പരാതി പോലെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങൾ ഈ പ്രൈസ് ശ്രദ്ധിക്കുന്ന സമയത്ത് ഞാൻ ആ വീഡിയോ ഇട്ട ഡേറ്റ് കൂടി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് അറിയാനായിട്ട് പറ്റും. കാര്യം പ്രൈസ് എന്നുള്ളത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ്, ഒരിക്കലും പ്രൈസ് കുറയില്ല. ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും ഒരു പ്രൈസിനകത്തൊരു വേരിയേഷൻ വന്നുകൊണ്ടേയിരിക്കും എപ്പോഴും ബ്രാൻഡുകളുടെ വാഹനങ്ങളിൽ. അപ്പോൾ ഇതിലേക്ക് കിടക്കാം. ഇതിൻ്റെ പ്രൈസ് പറഞ്ഞു 14 ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, 3 വർഷം അല്ല അൺലിമിറ്റഡ് കിലോമീറ്റർ വാറൻറ്റിയോട്. അത് കൂടാതെ 10 വർഷം വരെ വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു വാഹനത്തിന് നിങ്ങൾക്ക് വാറൻറ്റി ചൂസ് ചെയ്യാവുന്നതാണ്. അതും ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഡിസൈനിലേക്ക് കിടക്കാം. ഈ ഒരു ഫ്രണ്ട് ലുക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ടോപ്പ് എൻഡ് വാഹനം എങ്ങനെയാണോ കമ്പനി ഡിസൈൻ ചെയ്തത് അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു എൻട്രി ലെവൽ വേരിയൻറ്റും ഹോണ്ട എന്ന ബ്രാൻഡ് ഈ ഒരു വാഹനത്തിൽ നൽകിയത്. ഉദാഹരണം, ഈ ഒരു ഗ്രില്ലിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ് ടോപ്പ് എൻഡ് വാഹനത്തിൽ വരുന്നതാണ്. ആ ഒരു ക്രോം എലമെൻറ്റ് അതേപോലെ തന്നെ ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഈ ക്രോം ഒഴിവാക്കി ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷൊക്കെ വേണമെങ്കിൽ അവർക്ക് നൽകാവുന്നതാണ്. പക്ഷേ അതൊന്നും ചെയ്തിട്ടില്ല. ആ ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ് അതേപോലെ തന്നെ വരുന്നുണ്ട്. ഇതിലൊരു സിഗ്നേച്ചറായിട്ട് പറയാൻ പറ്റുന്ന ഈ ഒരു ഗ്രില്ല് തന്നെയാണ്. ആ ഒരു വലുപ്പത്തിലുള്ള ഒരു ഗ്രില്ലും ഹോണ്ടയുടെ ലോഗോ വളരെ മനോഹരമായി ഈ ഒരു സെൻറ്റർ പോർഷനിൽ ക്രോം ആവരണത്തോടു കൂടി നൽകിയിട്ടുണ്ട്. പിന്നെ പറയേണ്ട ഒരു കാര്യം, ഒഴിവാക്കാൻ പറ്റാവുന്ന ഒരു കാര്യമായിരുന്നു ഈ ഒരു DRലും ഈ ഒരു LED ഹെഡ്ലാമ്പും. ഇതൊഴിവാക്കി DRൽ ഒഴിവാക്കാൻ വേണമെന്നുണ്ടെങ്കിൽ പ്രൊജക്റ്റബിൾ ഹെഡ്ലാമ്പ് നൽകാം. പക്ഷേ അതും ചെയ്തിട്ടില്ല. ടോപ്പ് എൻഡിൽ എങ്ങനെയാണോ വരുന്നത് അതേപോലെ തന്നെ DRലോട് കൂടി തന്നെയാണ് നൽകിയിട്ടുള്ളത്. അവിടെ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ വരുന്നത്. പിന്നെ ഈ ഒരു LED ഹെഡ്ലാമ്പ് യൂണിറ്റ് അതും വളരെ മനോഹരമായിട്ട് തന്നെ ഹോണ്ട നൽകിയിട്ടുണ്ട്. താഴേക്ക് പോകുന്ന സമയത്ത് ഫോഗ് ലാമ്പ് വരുന്നില്ല. ഫോഗ് ലാമ്പ് എനിക്കൊന്നും വലിയ കോസ്റ്റ് ഒന്നും ആവത്തില്ല. ഡെലിവറി സമയത്ത് തന്നെ ഇവിടെ അക്സസറീസ് നമുക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന. ഞാനത് ചോദിച്ചിട്ടില്ല ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ കാണാനാണ് സാധ്യത. എല്ലാ ഷോറൂമിലും അങ്ങനെ തന്നെയാണ്. ആ ഒരു ഫോഗ് ലാമ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ ഒരു കാര്യങ്ങൾ നിങ്ങൾ എക്സ്ട്രാ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് ഈ ഒരു താഴ്ഭാഗത്ത് ഈ ഒരു പ്ലേറ്റ് കണ്ടോ, ഇത് വേണമെങ്കിൽ പോലും നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. പല ബ്രാൻഡുകളും അത് ഒഴിവാക്കുന്നതാണ്. പക്ഷേ ഈ ഒരു ഡിസൈൻ പോലും അവർ അതുപോലെ തന്നെ നൽകിയിട്ടുണ്ട്. എയർ ഡാമിന് ഒരുപാട് വലിപ്പമില്ല. കാര്യം ഗ്രില്ലിന് ഇത്രത്തോളം വലിപ്പമുണ്ട്. അത്യാവശ്യം എയറിൻ്റെയൊക്കെ നൽകിയിട്ടുണ്ട് ഈ ഒരു പോർഷനിലേക്കായിട്ട്. അപ്പോൾ ആ എയർ ഡാമിന് അത്രത്തോളം വലിപ്പത്തിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. അപ്പോൾ അത്രയും ഉള്ളൂ നമുക്ക് ഫ്രണ്ട് ലുക്കിൽ പറയാനായിട്ട്. കൊള്ളാം. DRൽ വരുന്നുണ്ട്. പ്രൊജക്ടറല്ല LED ലാമ്പ് വരുന്നുണ്ട്. ഗ്രില്ലിൽ തന്നെ ക്രോം എലമെൻറ്റുകളൊക്കെ നൽകിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് തന്നെ ഫ്രണ്ട് പോർഷൻ നൽകി. ഇത് നമുക്ക് സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് വരുന്ന സമയത്ത് കണ്ടോ, ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ. ഈ ഒരു മിററിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ടോപ്പ് എൻഡ് വാഹനത്തിൽ വരുന്ന അതേ മിറർ തന്നെയാണ് ഈ ഒരു വേരിയൻറ്റിൽ നൽകിയിട്ടുള്ളത്. കണ്ടോ, അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ നൽകി. വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടറിൻ്റെ പോർഷനിലേക്ക് ടേൺ ഇൻഡിക്കേറ്റർ നൽകാൻ പറ്റും. പക്ഷേ അങ്ങനെ ചെയ്തിട്ടില്ല. നമുക്ക് ഓവറോൾ ലെങ്തിലേക്കൊക്കെ നടക്കാം. 4312 ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത് വരുന്നത്. 1790 വിക്ട് വരുന്നുണ്ട്. 1650 mm ഹൈറ്റും 2650 mm വീൽ ബേസും 220 mm ഗ്രൗണ്ട് ക്ലിയറൻസ്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും മികച്ച ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ ഒരു വാഹനത്തിനാണ് നൽകിയിട്ടുള്ളത്. 220 mm ആണ് നമ്മുടെ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. പിന്നെ നമുക്ക് പറയേണ്ട ഒരു കാര്യം, ടെക്നിക്കലിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഫ്രണ്ടിൽ വേണമെങ്കിൽ നൽകാൻ പറ്റുന്നത്, പക്ഷേ നൽകിയിട്ടില്ല. ആ ഒരു പോർഷനിൽ തന്നെ അത് നൽകിയിട്ടുണ്ട്. പിന്നെ പറയാൻ ഈ ഒരു ടയറിലേക്ക് വരുന്ന കാര്യമാണ്. നമുക്കിതിനകത്ത് അലോയ് വീല് വരുന്നില്ല. നമുക്ക് അലോയ് നമ്മൾ എക്സ്ട്രാ ചെയ്യേണ്ടി വരും. അലോയ് ചെയ്യണമെന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഇതൊരു ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചതിന് ശേഷം ഒരു നല്ലൊരു വീൽ കപ്പ് ഇട്ടാലും മതി. അലോയുടെ ആവശ്യം വരുന്നില്ല. അലോയ് ആവശ്യമുള്ളവർക്ക് അലോയിലേക്ക് വരാവുന്നതാണ്. ജസ്റ്റ് നമുക്കിതിൻ്റെ ടയർ സൈസിലേക്ക് ഒന്ന് പോകാം. 215/60R16, അതായത് 16 ഇഞ്ച് ടയറാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയത്. ഒരു വൈറ്റ് വാഹനമായതുകൊണ്ട് തന്നെ ആ ഒരു ക്ലാഡിങ് ഒക്കെ നല്ല രീതിയിൽ സൈഡിൽ കൂടി പോകുന്നതായിട്ട് കാണാം. പിന്നൊരു കാര്യം നമുക്ക് എടുത്തു പറയേണ്ടത് കീലെസ് എൻട്രി.
ഈ ഒരു ഫീച്ചർ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഈ ഒരു ബേസ് മോഡൽ വാഹനത്തിൽ. കീലെസ് എൻട്രി ഓപ്ഷൻ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ കീലെസ് എൻട്രി കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും എന്താണ് പുഷ് ബട്ടൺ സ്റ്റാർട്ടായിരിക്കും വാഹനത്തിൽ വരുന്നത്. അപ്പോൾ അത് നമുക്ക് അവിടെ പറയാം. പിന്നെ ക്രോം എലമെൻറ്റ് കണ്ടോ, ഈ ഒരു ക്രോം ട്രീറ്റ്മെൻറ്റൊക്കെ ഈ ഒരു ബേസ് മോഡലിൽ തന്നെ അവർ നൽകിയിട്ടുണ്ട്. ബോഡി കളർ തന്നെയാണ് ഡോർ ഹാൻഡിൽ വരുന്നത്. ഇതൊക്കെ ഞാൻ എടുത്തെടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ അത്രത്തോളം നല്ല രീതിയിൽ ചെയ്തതുകൊണ്ടാണ് നമ്മളത് എടുത്തെടുത്ത് പറയുന്നത്. വേറെ ഒന്നുമില്ല നമുക്ക് ഈ ഒരു സൈഡിൽ പറയാൻ വേണ്ടി. റൂഫ് റെയിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ചെയ്യുക, ഡെലിവറി സമയത്ത് തന്നെ അവർ വെച്ച് തരും. വേറെ ഒന്നുമില്ല അവിടെ പറയാം. ഇനി നമുക്ക് റിയർ സൈഡിലേക്ക് വരാം. നമ്മൾ ഈ സൈഡിൽ നോക്കുമ്പോൾ തന്നെ കാണാം ഷാർഫിൻ ആൻറ്റിനെയാണ് ഈ ഒരു വേരിയൻറ്റിൽ കമ്പനി നൽകിയത്. ആ സെക്കൻഡ് വേരിയൻ്റ് ടോപ്പ് എല്ലാം ആ ഒരു രീതിയിൽ തന്നെയാണ്. ടെയിൽ ലാമ്പിൻ്റെ ഡിസൈനൊക്കെ ആണ്, LED ടെയിൽ ലാമ്പ് യൂണിറ്റാണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. നല്ല രസമുണ്ട് അത് കാണുന്നതിന് വേണ്ടി. അത് കണക്റ്റഡ് ആയിട്ടുള്ളൊരു ടെയിൽ ലാമ്പ് ആയതുകൊണ്ട് തന്നെ നല്ല രസമാണ്. ഹോണ്ടയുടെ ലോഗോ വരുന്നുണ്ട്, ഒരു ചെറിയൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷുമായിട്ട്. പിന്നെ എലവേറ്റ് എന്നൊരു ബാഡ്ജിങ്ങും ഐവിടെക് കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ഒരു ബാഡ്ജിങ് കൂടി നൽകിയിട്ടുണ്ട്. ഹോണ്ട വാഹനങ്ങൾ നൽകാറുള്ളതാണ്. റിവേഴ്സ് സെൻസർ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡിസൈനും കൊള്ളാം, നല്ല രസമുണ്ട്. ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാവുന്ന കാര്യങ്ങളാണ് കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി, പക്ഷേ അതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ബൂട്ട് ഓപ്പൺ ആക്കാനായിട്ട് ഇവിടെ ഒരു സെൻസർ നൽകിയിട്ടുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. അവിടെ നിന്ന് ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല, ഇവിടുന്ന് തന്നെ നമുക്കത് ഓപ്പൺ ചെയ്തെടുക്കാം. ബൂട്ട് സ്പേസ് ആണ്, മാസീവ് ആയിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് ആണ്. ഈ ഒരു ബൂട്ട് സ്പേസും ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും മികച്ചതാണ്. 458 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ്. അതുപോലെ തന്നെ 60-40 സ്പ്ലിറ്റിങ്ങും. ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാവുന്ന കാര്യങ്ങൾ, പക്ഷേ അതൊക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. കണ്ടോ, ഈ ഒരു പോർഷനിലായിട്ട് സ്പെയർ ടയർ കമ്പനി പ്ലേസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, വേറൊന്നുമില്ല നമുക്ക് ഈ ഒരു പോർഷനിൽ പറയാനായിട്ട്. പിന്നെ പാഴ്സലിൻ്റെ ഒരെണ്ണം മേടിച്ച് വെച്ചേരെ, ഡെലിവറി സമയത്ത് ഒരെണ്ണം മേടിച്ച് വെച്ചിരുന്നത് നല്ലതാണ്. കാരണം ഇവിടെ പിടിച്ച് നമുക്ക് ക്രോസ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ കൂടി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഹൈറ്റ് കുറഞ്ഞവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പിടിച്ച് ക്ലോസ് ചെയ്യാം. വേറെ ഒന്നുമില്ല ഇവിടെ പറയാം. ഇനി നമുക്ക് നേരെ കറങ്ങി ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് അതും വരുന്നുണ്ട്. അപ്പോൾ കീലെസ് എൻട്രിയുടെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ കീ ഇട്ട് വേണമെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനുള്ളിൽ തന്നെ ഒരു ചെറിയൊരു കീ വരും. എന്തെങ്കിലും കാരണവശാൽ ബാറ്ററി ഡൗൺ ആവുകയോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അത്രയേ ഉള്ളൂ അതിൻ്റെ പർപ്പസ് വരുന്നത്, വേറെ ഒന്നുമില്ല. പിന്നെ അകത്തേക്ക് കയറാം. സ്റ്റോറേജ് സ്പേസ് കണ്ടോ, നല്ല സ്റ്റോറേജ് സ്പേസ്. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഡോർ ലോക്ക് അൺലോക്ക്, മിറർ ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടി നൽകിയിട്ടുണ്ട്. കണ്ടോ, അത്രയും പോർഷൻ അവിടെ, അത്രയും ഫീച്ചേഴ്സ്. ഇനി പ്രധാനപ്പെട്ടൊരു കാര്യം പറയേണ്ടത് ഈ ഒരു സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഈ ഒരു ഫീച്ചർ പല ബ്രാൻഡുകളും പല വേരിയൻറ്റുകളും നൽകാറില്ല, പക്ഷേ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. കാരണം നമ്മുടെ കംഫർട്ടിന് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ പറയേണ്ടത് ഈ ഒരു സ്റ്റിയറിങ്, അത് നമുക്ക് ഹൈറ്റും കാര്യങ്ങളും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതും നല്ലൊരു കാര്യമാണ്. ഈ ഒരു 2 ഫീച്ചറും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ താണ്ടേ ട്രാക്ഷനുള്ളൊരു ബട്ടൺ ഇവിടെയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു മോഡലിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ജസ്റ്റ് ഞാൻ കീ ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു വാഹനത്തിൻ്റെ കണ്ട, ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ കീ വരുന്നത്. ഇതൊരു ബേസ് മോഡൽ വാഹനത്തിൻ്റെ കീ ആണ്. ഇനി നമുക്ക് ഞാൻ ജസ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ഒന്ന് ഓണാക്കി കാണിക്കാം. കണ്ട, ഫുള്ളി ഡിജിറ്റലല്ല, ചെറിയൊരു പോർഷൻ മാത്രമേ ഡിജിറ്റലായിട്ട് വരുന്നുള്ളൂ. അവിടെ തന്നെ സ്റ്റിയറിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റിയറിംഗിൽ തന്നെ കൺട്രോൾസും കാര്യങ്ങളും കമ്പനി നൽകിയിട്ടുണ്ട്. കണ്ടോ, എയർ ബാഗിൻ്റെ ഓപ്ഷൻസ് ഒക്കെ നൽകിയിട്ടുള്ളത് കാണാം. ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം നമുക്ക് വരുന്നില്ല, അത് നിങ്ങൾ രണ്ടാമത് ആഡ് ചെയ്യണം. ഇത്രത്തോളം കാര്യങ്ങൾ നൽകിയത് ഇത് കോംപ്രമൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് വലിയ എമൗണ്ടൊന്നും ആവത്തില്ല. ഓൾറെഡി ഇതിനകത്ത് കണക്ഷൻസും കാര്യങ്ങളും എല്ലാം കിടപ്പുണ്ട്. സ്പീക്കറിൻ്റെ വയറിംഗ് ആയാലും അല്ലെങ്കിൽ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ വയറിംഗ് ആയാലും എല്ലാം നമുക്ക് ഇതിനുള്ളിൽ തന്നെ അവൈലബിൾ ആണ്. എക്സ്ട്രാ വയറിംഗും കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ ജസ്റ്റ് ഇവിടുത്തെ ടെക്നീഷ്യൻ എനിക്ക് പറഞ്ഞതാണ് ഞാൻ ചോദിച്ച സമയത്ത്. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് വാഹനത്തിൽ നൽകിയത്. അത് നല്ലൊരു കാര്യമാണ്. താഴ്ഭാഗത്ത് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഒരു ചാർജിങ് ഔട്ട്ലെറ്റ് നൽകിയിട്ടുണ്ട്, ചാർജിങ് സോക്കറ്റ് അവിടെ നൽകിയിട്ടുണ്ട്. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വാഹനത്തിൽ വരുന്നത്. മോശമല്ലാത്ത രീതിയിൽ സ്റ്റോറേജ് സ്പേസ് ആണ്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, ഫോണും കാര്യങ്ങളും വെക്കാം. ഇവിടെയൊക്കെ നല്ല പിയാനോ ബ്ലാക്ക് ഫിനിഷ് നൽകിയിട്ടുണ്ട്. ഇവിടെയും മോശമല്ലാത്ത രീതിയിൽ സ്റ്റോറേജ് സ്പേസ്, ആംറസ്റ്റ് അതിനുള്ളിൽ തന്നെ സ്റ്റോറേജ് സ്പേസ്. ആംറസ്റ്റ് നൽകിയത് നല്ലൊരു കാര്യം തന്നെയാണ്, ഇരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരു കംഫർട്ടാണ് ഡ്രൈവിംഗ് സമയത്ത്. സീറ്റ് നല്ല സപ്പോർട്ടൊക്കെ കിട്ടുന്ന സീറ്റാണ് നൽകിയിട്ടുള്ളത്. മോശമല്ലാത്ത രീതിയിൽ സ്റ്റോറേജ് സ്പേസ് ഗ്ലോ ബോക്സിൽ വരുന്നുണ്ട്. ടോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മിറർ മാനുവലി കൺട്രോൾ ചെയ്യണം. ഇവിടെ മിറർ വരുന്നില്ല. ഇവിടെ ടിക്കറ്റ് ഹോൾഡറാണ് നൽകിയിട്ടുള്ളത്. മിററും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ ഓവറോൾ നോക്കുന്ന സമയത്ത് ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു ഇൻറ്റീരിയർ ഡിസൈനിലേക്ക് വരുന്ന സമയത്തും എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് ആ കാര്യങ്ങളെല്ലാം ഈ ഒരു വേരിയൻറ്റിൽ കമ്പനി നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് നമുക്ക് റിയർ സീറ്റിൽ കയറി അവിടുത്തെ കാര്യങ്ങളോട് നോക്കാം. ഞാൻ കീ അങ്ങ് ഓഫ് ചെയ്തേക്കട്ടെ. കണ്ടോ, അവിടെ അത്രയേ ഉള്ളൂ നമുക്ക് പറയാൻ. ഇനി നമുക്ക് റിയർ സീറ്റിലേക്ക് കയറാം. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ റിയർ സീറ്റിലെ റിവ്യൂ. ഈ ഒരു സ്പേസിനെ കുറിച്ച് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഞാൻ എൻ്റെ കംഫർട്ടിന് ഈ ഒരു സീറ്റ് ഞാൻ ഇട്ടേക്കുന്നത്. എന്നിരുന്നാൽ പോലും നല്ല രീതിയിലുള്ള സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. സപ്പോസ് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു 4 പേരൊക്കെ പോകുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കുട്ടികളൊക്കെ ആയിരിക്കും, കുട്ടികളെല്ലാം ഫ്രണ്ടിലേക്കൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. എന്നിരുന്നാലും ബുദ്ധിമുട്ടില്ല, വളരെ കംഫർട്ടായിട്ട് ഇരുന്ന് പോകാം. സ്കൂപ്പ് രീതിയിലുമാണ് ആ ഒരു സീറ്റ് ഡിസൈൻ ചെയ്ത്. ഇത്രയും സ്പേസ് ഉണ്ടായിട്ടും റിയർ AC വെൻറ്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ താഴ്ഭാഗത്തായിട്ട് ഒരു ചാർജിങ് സോക്കറ്റ് കൂടി റിയർ സൈഡിൽ കമ്പനി നൽകി. അതും എടുത്തു പറയേണ്ട കാര്യമാണ്, അവിടെയായിട്ട് നൽകിയിട്ടുണ്ട്.
പിന്നെ പറയേണ്ട കാര്യം സെൻട്രലായിട്ടാണ് ലൈറ്റ് നൽകിയത്, ഫ്രണ്ടിലായിട്ട് നൽകിയിട്ടില്ല. പിന്നെ പറയേണ്ട ഒരു കാര്യം അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കണ്ടോ, ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിളാണ് നൽകിയിട്ടുള്ളത്. പാഴ്സൽ ട്രേ വേണമെന്നില്ല, ഇപ്പോൾ സാധനങ്ങൾ വെക്കാനും എടുക്കാനും പാഴ്സൽ ട്രേ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അത് നിങ്ങളുടെ ചോയ്സാണ്. വേണമെന്നുണ്ടെങ്കിൽ വാങ്ങി വെക്കുക. ഇതിനകത്ത് 3 പേർക്ക് വളരെ കംഫർട്ടായിട്ട് ഇരുന്ന് പോകാം. ഹൈറ്റ് നല്ല രീതിയിൽ വരുന്നുണ്ട്, തല തട്ടുന്ന ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല, സ്പേസ് ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇവിടെ പറയാം. ഇനി നമുക്ക് നേരെ ഇവിടുന്ന് എഞ്ചിനിലേക്ക് പോകാം. അപ്പോൾ ഇതൊരു പെട്രോൾ വാഹനമാണ്. വാറണ്ടിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. നമ്മൾ യാർഡിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. പിന്നെ ചിലർ ടെസ്റ്റ് ഡ്രൈവിൻ്റെ ആരും ചോദിക്കും, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിക്കും. നമ്മൾ ടോപ്പ് എൻഡ് വാഹനമല്ല നമ്മളങ്ങനെ വീഡിയോ എടുക്കുന്നത്. നമ്മൾ നോർമലി ബേസ് മോഡൽ സെക്കൻഡ് വേരിയൻ്റൊക്കെയാണ് നമ്മൾ വീഡിയോ എടുക്കാറുള്ളത്. ഓട്ടോമാറ്റിക്കലി ഒരിക്കലും ഒരു ഷോറൂമിലും ഈ ഒരു സെക്കൻഡ് വേരിയൻ്റ് അല്ല ബേസ് മോഡൽ വാഹനങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി വരില്ല. എപ്പോഴും ടോപ്പ് എൻഡ് വാഹനങ്ങളാണ് ടെസ്റ്റ് ഡ്രൈവ് വണ്ടി വരാറുള്ളത്. അതിപ്പം ഒരുപാട് ആളുകൾ ടോപ്പ് എൻഡ് വണ്ടികൾ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വാഹനങ്ങൾ പൊതുവെ കുറവാണ് വീഡിയോസ്. അപ്പോൾ അതെല്ലാവരും ക്ഷമിച്ചേക്കുക ടെസ്റ്റ് ഡ്രൈവിൻ്റെ കാര്യം. കാരണം ഇതിനകത്ത് ടെസ്റ്റ് ഡ്രൈവിൻ്റെ ആവശ്യമില്ല. ഇതൊരു ബേസ് മോഡലാണ്. ഇതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് മാത്രമാണ് എല്ലാവർക്കും അറിയേണ്ടത്. മെയിനായിട്ട് പ്രൈസ്. ഇനി നമുക്ക് എഞ്ചിൻ ബേ ആണെന്ന് ഓപ്പൺ ചെയ്തോട്ട് നോക്കിക്കോട്ടെ. ഇവിടെ വന്ന് ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ ബേയുടെ ഒരു വ്യൂ. പിന്നെ ഇതൊന്ന് വെച്ച് കൊടുത്ത് ഇവിടെ വന്ന് വെക്കുന്നു എന്നറിയുന്നില്ല. ഓക്കെ. അത്യാവശ്യം നല്ല ഹൈറ്റിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാൻ കാരണം ഞാൻ ഈ ഒരു പോർഷനിൽ അത് നോക്കിയത്. അപ്പോൾ നല്ല രീതിയിൽ ഇത് ഓപ്പൺ ചെയ്ത് വെക്കാം. അപ്പം ഈ എഞ്ചിനിലേക്ക് കിടക്കാം. 1.5 ലിറ്റർ 4 സിലിണ്ടർ, 121 HP, 145 Nm ടോർക്കും, 16-17 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ നാട് ഇത് ഓപ്പൺ ചെയ്ത് വെക്കുന്നതാണ്. ഇവിടെ ആയിരുന്നു കേട്ടോ, എനിക്ക് തെറ്റിപ്പോയതാണ്. അപ്പോൾ അവിടെ വേണമെങ്കിൽ വെക്കാം, കുഴപ്പമില്ല. അപ്പം ഇൻസുലേഷനൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം എഞ്ചിൻ സ്പേസ് വരുന്നുണ്ട്. താഴ്ഭാഗത്തായിട്ടൊരു കവറിങ് നൽകിയിട്ടുണ്ട്. എഞ്ചിനിലേക്ക് പൊടിയോ അല്ലെങ്കിൽ ചെളിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അടിച്ച് കയറുകയില്ല. അതും കൊള്ളാം. അപ്പം ഹോണ്ടയുടെ വാഹനമാണ്. ഹോണ്ടയുടെ വാഹനത്തെക്കുറിച്ച് പ്രത്യേകിച്ച് കാര്യങ്ങൾ നമ്മൾ എടുത്ത് പറയേണ്ടതില്ല. വാറണ്ടിയൊക്കെ അവർ നല്ല രീതിയിൽ നൽകിയിട്ടുണ്ട്. പിന്നെ ഇതൊരു ബേസ് മോഡൽ വാഹനമായിട്ട് കൂടി ഇതിനകത്ത് നൽകിയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാവരും കണ്ടതാണ്. ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ വേറൊന്നുമില്ല പറയാൻ. താഴെ ഒരു നമ്പറുണ്ട്, വിളിക്കുക, കോൺടാക്ട് ചെയ്യുക, ബുക്ക് ചെയ്യുക, സ്വന്തമാക്കുക. അപ്പോൾ ഇതുപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം വരാം. അതുപോലെ എല്ലാവർക്കും ബൈ.